ഇന്നൊരു കൂട്ടുപുഴുക്കിൻ്റെ കഥയാണ് കേട്ടോ. എല്ലാവർക്കും അറിയാമല്ലോ, നമ്മൾ നേരത്തെയും കൂട്ടുപുഴുക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അന്ന് നമ്മൾ അവിടുന്ന് ഇവിടുന്നൊക്കെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. പക്ഷേ ഇപ്രാവശ്യം നമുക്ക് നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ എല്ലാം എടുക്കാനുണ്ടായിരുന്നു. എല്ലാം അല്ല കേട്ടോ, അതിനകത്ത് കാച്ചിലും നമ്മളുടെ അടതാപ്പും നമ്മൾ ചേട്ടായി പുറത്തുനിന്ന് മേടിച്ചുകൊണ്ട് വന്നതാണേ. ചക്കക്കുരു ചേട്ടായി കിലോ 60 രൂപയ്ക്ക് കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ, 1 കിലോ. അതുകൊണ്ട് ഞങ്ങളത് വേവിച്ചതിൻ്റെ ബാക്കി കുരു വരുന്നതാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടതല്ലേ, നമ്മൾ ചേമ്പ് പറിക്കുന്നതൊക്കെ. നമ്മുടെ ജെഫിന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ ഇങ്ങനത്തെ കൂട്ടുപുഴുക്കും കാര്യങ്ങളുമൊക്കെ. അതുകൊണ്ടാണ് അവൻ ഇവിടെ ഇല്ലാതിരുന്നത് കൊണ്ട് അവൻ വരാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതേ നമ്മുടെ ചേന പറിച്ച് വെച്ചതുകൊണ്ട്, നമ്മുടെ ചക്കക്കുരു, അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. അതിച്ചിരി നീണ്ടുപോയോ, വീഡിയോ നീണ്ടുപോയോ എന്നൊക്കെ എനിക്കൊരു സംശയമുണ്ട്. എങ്കിലും ഇതൊക്കെ കാണുന്ന ഒരു സന്തോഷമല്ലേ അല്ലേ. അപ്പോൾ വീടിൻ്റെ ഓരോ ഭാഗത്തായിട്ടായിരുന്നു ഓരോ സാധനം ഇരുന്നത്. അപ്പോൾ അത് പോയി എടുത്തുകൊണ്ട് വന്ന് വെക്കുന്നതിൻ്റെ വീഡിയോ ഒക്കെയാണ് കേട്ടോ ഇത്. അപ്പോൾ എന്തായാലും പറയുമ്പോൾ തന്നെ എനിക്ക് നാക്കിൽ വെള്ളം വരുന്നുണ്ട്. പക്ഷേ എനിക്ക് പുഴുക്കൊന്നും അത്ര വലിയ ഇഷ്ടമുള്ള കാര്യമൊന്നും അല്ല കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ എനിക്ക് ഈ ചക്ക, മാങ്ങ, ഇതുപോലെ ചേമ്പ്, ചേന അങ്ങനെയുള്ള അതിനേക്കാളിലും എനിക്ക് പണ്ട് തൊട്ടേ എൻ്റെ ഇഷ്ടം എന്ന് പറയുന്നത് പലഹാരങ്ങളോടാണ് കേട്ടോ. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഫുഡിൻ്റെ വ്ളോഗ് പറയുമ്പോൾ അത് ഇഷ്ടമുള്ള സാധനമാണെങ്കിലും ശരി, ഇഷ്ടമല്ലാത്ത സാധനമാണെങ്കിലും ശരി, എനിക്കിങ്ങനെ നാവിൽ വെള്ളം ഊറും കേട്ടോ. അത് ഈ ഇടയായിട്ട് തുടങ്ങിയ അസുഖമാണ്. അപ്പോൾ അത് എന്നാന്നിനി ഞാൻ ഇതുവരെയും പരിശോധിക്കണോ വേണ്ടിയെന്ന്. നിങ്ങളൊക്കെ പറഞ്ഞത് നാവിൽ വെള്ളം ഊറുന്നത് ഒരു നല്ല കാര്യമാണെന്ന്, അതായത് നമ്മുടെ രസമുകുളങ്ങളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു കാര്യം കൊണ്ടാണെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് പിന്നെ ഞാൻ ഡോക്ടറെ കാണണ്ടെന്ന് വെച്ചു കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ ഈ സാധനങ്ങളെല്ലാം നമ്മൾ ബാക്കിയുള്ളതൊക്കെ ചേനയൊഴിച്ച് ബാക്കിയുള്ളതെല്ലാം ചെത്തി നമ്മൾ വെള്ളത്തിനകത്തിട്ട് കഴുകിയെടുത്തു. ചേന മാത്രം ഞാൻ ചെത്തിയിട്ട് പൈപ്പും ചവിട്ടി കൊണ്ടുപോയി കഴുകിക്കൊണ്ടുവന്ന്, എന്നാൽ കൈ ചൊറിയാതിരിക്കുവേ. നമ്മളെ വെള്ളത്തിനകത്തിട്ട് ഒലച്ച് കഴുകി കഴിയുമ്പോഴത്തേനും നമ്മുടെ കൈയുടെ പുറമെല്ലാം ചൊറിയും. അപ്പോൾ കൈയുടെ വെള്ളയെ മാത്രം ചേന പറ്റിയാൽ കുഴപ്പമില്ല. അപ്പോൾ പൈപ്പും ചവിട്ടി ചെന്ന് വെള്ളം കൊണ്ട് തന്നെ, ഇങ്ങനെ കൈയുടെ വെള്ളം കൊണ്ട് തന്നെ കഴുകുകയാണെങ്കിൽ നമുക്കധികം ചൊറിയത്തില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇനി അങ്ങനെ ഒന്ന് പരീക്ഷിക്കണേ. എനിക്കും അങ്ങനെ ആരാണ്ട് പറഞ്ഞു തന്നത് കേട്ടോ, ആരാന്ന് ഞാൻ ഓർക്കുന്നില്ലേ. അപ്പോൾ നമ്മുടെ ഈ സാധനങ്ങളെല്ലാം നമ്മൾ ഒന്നുകൂടെ മുറിച്ച് കേട്ടോ. മുറിച്ചിട്ട് ഞാൻ ഒന്നുകൂടെ കഴുകിയായിരുന്നു കേട്ടോ. ഒന്നുകൂടെ കഴുകി ഞാൻ വെള്ളം കൈകൊണ്ട് കോരിയില്ല, ചേനയുള്ളത് കൊണ്ട്. മറ്റേ കണ്ണാപ്പൂ പോലുള്ള സാധനമില്ലേ, അതുകൊണ്ട് കോരിയെടുത്തു കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടെ വെട്ടിക്കണ്ടിച്ച് നമ്മൾ അടുപ്പയിൽ വെച്ച് പുഴുങ്ങുന്നു. അപ്പോൾ ചെറിയൊരു അബദ്ധം പറ്റിയത് എന്നാന്ന് വെച്ചാൽ ചേന അത്ര വേകുന്നില്ലായിരുന്നേ. ചേനയും അടതാപ്പും വേഗം താമസിച്ചു. അടതാപ്പ് എനിക്ക് തോന്നുന്നു കിളുക്കാൻ പരുവായി, അതായിരിക്കും ഈ കളർ മാങ്ങ പോലെ ഇരിക്കുന്നല്ലേ. അപ്പോൾ ഞാൻ എന്നാ ചെയ്തെന്ന് ചോദിച്ചാൽ, ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതെല്ലാം എടുത്തപ്പോൾ തന്നെ. അപ്പം വെള്ളം നല്ലപോലെ വെട്ടി തിളച്ച് കിടക്കുമായിരുന്നു. അപ്പോൾ അതിനകത്തേക്ക് ഞാൻ കണ്ണാപ്പ കൊണ്ട് തന്നെ കോരി അതിനകത്തേക്ക് ഇട്ട് കേട്ടോ. എന്നിട്ട് തീയൊക്കെ നന്നായിട്ട് കത്തിച്ചു. തീ കണ്ടല്ലോ. അപ്പം എന്നിട്ട് നന്നായിട്ട് തീ കത്തിച്ച് നല്ലപോലെ വെന്തോ. അപ്പോഴത്തേനും ചെറിനോട് പറഞ്ഞിടാ ഒരു തേങ്ങ പൊതിച്ചടാന്ന് പറഞ്ഞിട്ട് ഞാൻ ഓടിപ്പോയി 2-3 കാന്താരി പറിച്ചുകൊണ്ട് ഓടി വന്നു. തേങ്ങയും കാന്താരിയും ഒക്കെ നമുക്ക് തന്നെയുണ്ട്. ഇപ്പോൾ നമുക്ക് വെളുത്തുള്ളിയും ചുവന്നുള്ളിയൊക്കെ മതി. ഇപ്പോൾ ചുവന്നുള്ളി നമ്മൾ നട്ടിട്ടുണ്ട്, പക്ഷേ വെള്ളത്തിൻ്റെ കുറവായതുകൊണ്ട് എന്താകുമെന്ന് അറിയത്തില്ല. കുറച്ച് ഭാഗമൊക്കെ കിളുത്തിട്ടുള്ളൂ. ഉള്ളിയുടെ കുഴപ്പമോ നട്ടതിൻ്റെ കുഴപ്പമല്ല, വെള്ളത്തിന് ക്ഷാമം അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതേ നമ്മൾ സാധാരണ പോലെ തേങ്ങയും മഞ്ഞളും മുളകും വെളുത്തുള്ളിയും എടുത്തിട്ടുള്ളത് കേട്ടോ, ജീരകം അരച്ചിട്ടില്ല. എന്നിട്ട് ഞാൻ നോക്കിയപ്പോഴേ നമ്മുടെ കാച്ചിൽ നന്നായിട്ട് വെന്തു, ചേമ്പ് വെന്തു, ചേനയും നമ്മുടെ അടതാപ്പും മാത്രം ഇങ്ങനെ കിടക്കുക. അപ്പം ഞാൻ പെട്ടെന്ന് ചേനയും അടതാപ്പും വേകാൻ ഒന്നുകൂടെ ഇട്ടിട്ട് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇങ്ങ് കോരിയെടുത്ത് മാറ്റി. വെള്ളം ഒന്നുകൂടെ വിഴുങ്ങട്ടെ. എന്നിട്ട് പിന്നെ നമ്മൾ തീയൊക്കെ നന്നായിട്ട് കത്തിച്ച് നമ്മൾ നോക്കിയപ്പോൾ ഒരുവിധം വെന്തിട്ടുണ്ട് കേട്ടോ. ചേന എന്തോ ഒരു കുഴപ്പം സംഭവിച്ചു. കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ ആവിയിൽ വേവിച്ച ചേന നന്നായിട്ട് വെന്തായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്രാവശ്യം ചേനയ്ക്ക് എന്നാ പറ്റിയെന്ന് അറിയത്തില്ല. അപ്പം ഞാനിത് തിരിഞ്ഞെല്ലാം കോരിയെടുത്തു കേട്ടോ. കണ്ടോ, ഇത് മാത്രം എടുത്തിട്ട് ബാക്കിയില്ല. എന്നിട്ട് എന്തായാലും ഞാൻ കോരിയപ്പം മൊത്തത്തിൽ തന്നെ ലാസ്റ്റ് വെന്ത് കഴിഞ്ഞപ്പോൾ എല്ലാം കൂടെ കോരിയിട്ട് ആ ചട്ടിക്കകത്തോട്ട് തന്നെ നമ്മുടെ അരപ്പും ഇട്ട് അതിന് മുകളിലേക്ക് നമ്മളുടെ ഈ വേവിച്ച് വെച്ച സാധനം എല്ലാം കൂടെ ഇട്ട് അതിന് മുകളിലേക്ക് ഉപ്പും തൂളിയിട്ട് ഇളക്കിയെടുക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവമേ. മീൻ കറി ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ പിന്നെ ഇതിന് വേറെ പ്രത്യേകിച്ച് കറിയൊന്നും ഉണ്ടാക്കാൻ പോയില്ല. അപ്പോൾ നമുക്ക് ഇത് വെള്ളം ഞാൻ അരപ്പൊഴിച്ചപ്പോൾ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും വെന്തു. അപ്പോൾ നമുക്ക് നമ്മുടെ വെളിയിൽ കൊണ്ടുപോയി വെച്ച് നമുക്കിതൊന്ന് ഇളക്കിയെടുക്കണം. സാധാരണ ജെഫിനാണ് ഇളക്കുന്നത്. ഇപ്രാവശ്യം വീഡിയോ എടുക്കേണ്ടത് കൊണ്ടാണ്.
അപ്പോൾ അവർക്കിങ്ങനെ ഈ വീഡിയോ എടുക്കുന്നതൊന്നും അധികം ഇഷ്ടമല്ലല്ലോ. അവരെയൊക്കെ ഞാൻ ശരിക്കും പറഞ്ഞാൽ അവർ കാണാതെ വീഡിയോ എടുത്തൊക്കെ ഇടുന്നത് കേട്ടോ. കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ദേഷ്യമൊക്കെ വരും. അവർക്ക് ഇങ്ങനെ വീഡിയോയിൽ വരുന്നതൊന്നും ഇഷ്ടമല്ലേ. അപ്പോൾ സാധാരണ അവനാണ് ഇതെല്ലാം ഇളക്കാറുള്ളത്. അപ്പോൾ ഇന്ന് വീഡിയോ എടുക്കേണ്ട കൊണ്ട് ഞാൻ തന്നെ ഇളക്കി കേട്ടോ. എന്നാൽ നമുക്കൊന്ന് ടേസ്റ്റും കൂടെ നോക്കിയേക്കാം. എനിക്കിങ്ങനെ ഇത് കഴിക്കത്തില്ല, തൈറോയിഡ് ഉള്ളതുകൊണ്ട് അധികം കിഴങ്ങ് വർഗ്ഗങ്ങൾ കഴിക്കത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇച്ചിരി കുറച്ച് തന്നെയേ കഴിക്കുകയുള്ളൂ. അപ്പോൾ എന്തായാലും സംഭവം സൂപ്പറായിരുന്നു കേട്ടോ. എല്ലാവരും നന്നായിട്ട് കഴിച്ചു. ഞാനും ഒരു ശകലം കഴിച്ചു കേട്ടോ, കഴിക്കാതിരുന്നില്ല. തൈറോയിഡ് ആണെന്ന് പറഞ്ഞാലും ഓക്കെ എന്നാൽ കേട്ടോ.